ഈ ഇടയ്ക്ക് ഞാൻ ജയസൂരിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിനകത്ത് ജയസൂരി പറയുന്നുണ്ട്, എന്താ പറയാ, ധർമ്മനൊക്കെ സ്റ്റേജിൽ നിന്ന് വന്ന ആൾക്കാരില്ലേ, അപ്പൊ അടിപൊളി കൗണ്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ണ്ടല്ലോ എന്റെ ദൈവമേ, ടേക്കിൽ എന്തെങ്കിലുമൊക്കെ അതിക്രമം കാണിക്കും, നമുക്കിത് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് സ്റ്റേജിൽ നിന്ന് വന്ന ആളുകളല്ലേ. പക്ഷെ എന്റെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോ ഫുള്ള് നെഗറ്റീവാ. ഓ, നീ പിന്നെ ഇന്നലെ ഹോളിവുഡിൽ നിന്ന് വന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ്. ഓൾറെഡി വേറൊരു ഇന്റർവ്യൂല് ജയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നമ്മളൊരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോഴോ. കാരണം അത്രമാത്രം ആൾക്കാർ നമുക്ക് ഒരു സൈബർ അറ്റാക്ക് തരും. അതുപോലെ നമ്മുടെ ജയറാമേട്ടൻ ഈ അടുത്ത് പേടിച്ചൊരു ഇന്റർവ്യൂ പറഞ്ഞു, എന്ത് ചെയ്യും സൂക്ഷിച്ചു വേണം എന്നൊരു സംഭവം ഉണ്ട്. കാരണം ഇപ്പൊ ഓരോ ആൾക്കാർക്കും നമ്മളൊരു അടുത്തത് എന്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കേണ്ടി വരും. അവരുടെ പല ഇതും മറച്ചു വെക്കേണ്ടി വരും. രാഷ്ട്രീയം മറച്ചു വെക്കേണ്ടി വരും, അവരുടെ ഇഷ്ടങ്ങൾ മറച്ചു വെക്കേണ്ടി വരും, അവർ കഴിക്കുന്ന ഭക്ഷണം മറച്ചു വെക്കേണ്ടി വരും. ഈ ഇടയ്ക്ക് എന്താ പറയാ, ദുൽഖർ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ദുൽഖർ പറഞ്ഞു എനിക്ക് പത്തിരിയും ചിക്കനും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അതിന്റെ താഴെ കമന്റ്സ് വന്നു, എന്നാ പത്തിരിയും ബീഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പട്ടം പോകുമോ? അതുവരെ ഒരാൾക്ക് കൺസേൺ ആണ്, അയാൾ എന്ത് കഴിക്കണം അയാൾ എന്ത് കഴിക്കണ്ട എന്ന് അയാൾക്കൊരു ഇന്റർവ്യൂ പറയാൻ പോലും പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്, നമ്മുടെ മലയാളീസിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ഒരാള് പന്നി കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അയാൾ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ താഴെ അതിന് കമന്റ് വരും, നീ എന്തിനാടാ കഴിക്കുന്ന, അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല. അതേപോലെ തന്നെ ബീഫ് കഴിക്കുമ്പോൾ ഒരാൾക്കത് പറയാൻ പേടിയാണ്, ഒരു ആക്ടറിന് അത് പറയാൻ പേടിയാണ്, ഒരു പൊളിറ്റീഷ്യൻ അത് പറയാൻ പേടിയാണ്, നിലപാടില്ല. അതെന്തുകൊണ്ടാവുന്നു? നമ്മള് ഈ പറയുന്ന എല്ലാവരെയും എന്ത് പറഞ്ഞാലും അത് നമ്മൾ അത്രയും സീരിയസ് എടുക്കുന്ന കാര്യം കൊണ്ടാണ്. മനസ്സിലായി? ഇപ്പൊ ഈ അടുത്ത് തന്നെ ഈ ഒരു നോമ്പറക്കുന്ന നേരത്ത് ഒരു കൊച്ചൊരു ഹിന്ദു പാട്ട് പാടി, അതിന് കമന്റ് വന്നേക്കുക, എന്താ പറയാ, ഇതാണ് റിയൽ കേരള സ്റ്റോറി, ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇത് എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഒരു സാധാരണ ആള് കേൾക്കുമ്പോൾ ഓക്കെ, നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു ഇന്ത്യയിലെ ഒരു മതത്തിന്റെ പാട്ട് ഒരു കൊച്ചു പാടുന്നു. പക്ഷെ ഒരു മലയാളിയുടെ കണ്ണിൽ ഇത് എങ്ങനെ കാണുന്ന? ഒരു നോമ്പ് തുറക്കാൻ പോകുന്ന ഒരു മുസ്ലിം ഒരു കൊച്ച് ഒരു ഹിന്ദു പാട്ട് പാടുന്നു, ഇത് കേരളത്തെ നടക്കത്തുള്ളൂ. ഇങ്ങനെ ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. അപ്പൊ അതാ പറയുന്ന, നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന പല ക്രിട്ടിസൈസും, നമ്മൾ കൊടുക്കുന്ന സൈബർ ബുള്ളിങ് അവർ കാരണം ഇത് അവരുടെ ശരിക്കുള്ള സ്വഭാവം മാറുകയാണ്. ഒരാൾക്ക് ശരിക്കും പറയാൻ പറ്റും, ഒരു പൊളിറ്റീഷ്യന് ശരിക്കും അയാളുടെ ഒപ്പീനിയൻ പോലും പറയാൻ പറ്റത്തില്ല. കാരണം അയാൾ പറയുന്ന ഒപ്പീനിയൻ അയാളുടെയാണെങ്കിലും ബാക്കിയുള്ളത് എടുത്തിട്ട് പുള്ളീനെ എന്ത് ചെയ്യും, ഏറിക്കയറ്റും. ഒരു ആക്ടറിനെ അത് തന്നെ, ഒരു ആക്ടറിന് രാഷ്ട്രീയം പോലും പറയാൻ പറ്റത്തില്ല. അത് കാരണം ആ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പടത്തെ അത് ബാധിക്കും. ശരിക്കും അയാൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടും ആ കൊടുക്കുന്ന പടവും നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്താൽ പോരാ. അയാളുടെ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് ഇത് പറയാൻ തോന്നി, അത്രേ ഉള്ളൂ. മണ്ടത്തരായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷെ എനിക്ക് തോന്നിയ കാര്യമാണ്, അത്രേ ഉള്ളൂ.